സാഹചര്യം? അതീവ ജാഗ്രതയിലാണ് രാജ്യം. കാരണം 9 ഭീകര കേന്ദ്രങ്ങൾ, അതിൽ 5 എണ്ണം പാക് അധിനിവേശ കശ്മീരിൽ, 4 എണ്ണം പാകിസ്ഥാനിൽ തന്നെ അത് ലക്ഷ്യം വെക്കുകയും വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത ശേഷമുള്ള രാത്രിയാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ വലിയ സുരക്ഷയായിരുന്നു. ഡൽഹിയിൽ അതിൻ്റെ മുൻകരുതലുകൾ എന്തായിരിക്കും, പാകിസ്ഥാൻ്റെ ഇനിയുള്ള നീക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരുന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതിനു ശേഷം പാകിസ്ഥാന്റെ പ്രകോപനം ഏറ്റവും കൂടുതൽ ഉണ്ടായത് അതിർത്തിയിലാണ്, നിയന്ത്രണ രേഖയിലാണ്, ജമ്മു കശ്മീരിലാണ്. അപ്പോൾ അവിടെ അടക്കം വലിയ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും പാകിസ്ഥാന്റെ തുടർന്നുള്ള നീക്കം എന്ന കാര്യം സർക്കാർ നിരീക്ഷിച്ചു വരികയാണ്. പാക് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ 31 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രധാനമായും നീക്കം നടന്നത് ഈ പറഞ്ഞ പോലെ നിയന്ത്രണ രേഖയിലാണ്. അതിൽ തന്നെ പൂഞ്ച് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. കാരണം പൂഞ്ച് സെക്ടറിൽ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി, കെട്ടിടങ്ങൾ, ഒപ്പം തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി, ഗുരുദ്വാരയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പൂഞ്ചിലും ഒപ്പം തന്നെ ചേർന്ന് കിടക്കുന്ന ഉറിയിലും മെന്താറിലും ഒക്കെ തന്നെ സമാനമായ രീതിയിൽ ആക്രമണം നടന്നു. അവിടെയാണ് നിരപരാധികളായ 15 തദ്ദേശീയർ, ഗ്രാമവാസികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. പല കുട്ടികൾക്കും അവരുടെ കയ്യും കാലും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു ക്രൂരമായ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് ആ മേഖലയിൽ തുടരുകയാണ്. അതായത് 1971 യുദ്ധത്തിന് ശേഷം ഇത്രമേൽ ആക്രമണം അവിടെ ജനവാസ മേഖലയിലേക്ക് അടക്കം കെട്ടിടങ്ങൾക്ക് നേരെ, വീടുകൾക്ക് നേരെയൊക്കെ നടക്കുന്നത് ഇതാദ്യമായാണ്. പല വീടുകളും കത്തിച്ചാമ്പലാകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടു. അങ്ങനെ ഒരു പ്രകോപനം അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് തുടരുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെയും ഇന്ന് പുലർച്ചെയും അത്തരത്തിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തി എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതും ഈ കുപ്വാരയിൽ തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഷെല്ലുകൾ ഉപയോഗിച്ച് കുപ്വാരയിലെ കർണ മേഖലയിലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടരുകയാണ്. ഒപ്പം ജമ്മു കശ്മീരിന് പുറമെ മറ്റ് 2 പ്രധാനപ്പെട്ട അതിർത്തിയിൽ കൂടി ഈ ഘട്ടത്തിൽ സുരക്ഷ കാര്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ നീക്കം ഒരുപക്ഷെ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് വേണം തന്നെ പറയാം. കാരണം പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ 4 കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. അതിൽ തന്നെ 2 എണ്ണം പ്രധാനപ്പെട്ട ഒരു ഭീകര പരിശീലന കേന്ദ്രം എന്ന് തന്നെ പറയാം. കാരണം ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം, ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കേന്ദ്രമാണ് മുരിദ്കയിലെ, അത് ലഷ്കർ ഇ തൈബയുടെ ആണ്. അവിടെയും ആക്രമിച്ച് അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ കണ്ടതാണ്, സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടതാണ്. അപ്പോൾ ആ മേഖലയിലടക്കം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇന്നലെ പാകിസ്ഥാന്റെ ദേശീയ കൗൺസിൽ ചേർന്നിരുന്നു. അതിനു മുമ്പ് ഇത്തരത്തിൽ ദേശീയ സുരക്ഷാ സമിതി ചേർന്നിരുന്നു. ആ ദേശീയ സുരക്ഷാ സമിതിയിൽ വ്യക്തമാക്കിയത് പാക് സൈന്യത്തിനെ തിരിച്ചടിക്കാൻ, ഇന്ത്യക്ക് തിരിച്ചടി നൽകണം, അതിന് പൂർണ്ണ അധികാരം നൽകി എന്നാണ് സർക്കാർ അടക്കം തന്നെ പാക് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നീക്കം ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കര, നാവിക, വ്യോമസേന അടക്കം അവരുടെ ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ വിന്യാസം കൂട്ടിയിട്ടുണ്ട്. വ്യോമസേന ഏതെങ്കിലും ഘട്ടത്തിൽ പാക് വിമാനങ്ങൾ അതിർത്തി കടക്കുകയാണെങ്കിൽ അതിനെ വെടിവെച്ചിടാൻ സജ്ജമായിരിക്കുകയാണ്. കാരണം ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ശേഷം ശ്രീനഗർ ലക്ഷ്യം വെച്ചുകൊണ്ട് അന്ന് പാക് പോർ വിമാനങ്ങൾ വരികയും അതിനെ വെടിവെച്ച് വീഴ്ത്തുകയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് അഭിനന്ദൻ വർത്തമാൻ എന്ന് പറയുന്ന വിംഗ് കമാൻഡർ പാകിസ്ഥാനിൽ പോയി വീഴുകയും പിന്നീട് പാകിസ്ഥാൻ കസ്റ്റഡിയിലൊക്കെ ചെയ്തത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം കൂടി ഏതായാലും ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. ഇത് കൂടാതെ അറബിക്കടലിൽ വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ആകട്ടെ ലാഹോറിൽ പടയൊരുക്കം നടത്തുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതായത് പാക് സൈന്യം തന്നെ ലാഹോറിൽ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് പഞ്ചാബ് അതിർത്തിയിലാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പഞ്ചാബിലും ഒപ്പം തന്നെ രാജസ്ഥാൻ അതിർത്തിയിലും ഒക്കെ തന്നെ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. കാരണം അമൃത്സറാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജില്ല. വാഗ അതിർത്തിയിൽ നിന്ന്, അല്ലെങ്കിൽ അമൃത്സറിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ താഴെയാണ് ലാഹോർ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരം. അപ്പോൾ അത്തരമൊരു സാധ്യത നീക്കമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ പഞ്ചാബ് അതിർത്തിയിലും ഒപ്പം തന്നെ രാജസ്ഥാൻ അതിർത്തിയിലുമൊക്കെ തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വലിയ ജാഗ്രത തുടരുന്നുണ്ട്. ഇന്ത്യ ആകട്ടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്, ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്, ഇതൊരു തിരിച്ചടി മാത്രമാണ്, മറിച്ച് ഒരു സൈനിക നടപടിയായി ഇതിനെ കാണുന്നില്ല, അല്ലെങ്കിൽ
അല്ലെങ്കിൽ പാകിസ്ഥാനെ ആക്രമിക്കുകയല്ല ചെയ്തത്. കാരണം കഴിഞ്ഞ ഏതാണ്ട് 2-3 പതിറ്റാണ്ടുകളായി ഭീകരവാദത്തിന്റെ ഇരയാണ് ജമ്മു കശ്മീരിൽ എണ്ണിയാലൊടുങ്ങാത്ത സാധാരണക്കാരെ അടക്കം കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഭീകരർ. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഈ ഭീകര താവളങ്ങളെ ലക്ഷ്യം വെച്ചത്. മറിച്ച് പാകിസ്ഥാനിലെ ജനതയോ അല്ലെങ്കിൽ പാക് സൈന്യത്തെയോ ആക്രമിച്ചിട്ടില്ല. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുകൂടി ഇന്ത്യ ഈ ഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന്റെ മന്ത്രിമാർ അടക്കമുള്ളവർ, പ്രധാനമന്ത്രി അടക്കമുള്ളവർ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയെന്ന് ഒരു വശത്ത് പറയുമ്പോൾ പോലും പാക് വിദേശകാര്യ മന്ത്രിയുടേതായ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അവരത് ഒരു തുർക്കി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അക്കാര്യം വ്യക്തമാകുന്നത്. അതായത് രണ്ട് രാജ്യങ്ങളുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ സംസാരിച്ചു. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യം ഒക്കെ തന്നെ ചർച്ച ചെയ്തു എന്നാണ് ടർക്കിഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ പാക് വിദേശകാര്യ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ചർച്ചകൾ നടക്കുന്നു എന്ന പ്രതികരണം പോലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഏതായാലും ഈ ഘട്ടത്തിൽ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഇറാന്റെ ഇടപെടലും ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇറാൻ വിദേശകാര്യ മന്ത്രി ഏതായാലും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അതാണ് ആര്യ